മാനസികാരോഗ്യം എന്നാൽ മാനസിക രോഗങ്ങളില്ലാത്ത അവസ്ഥ മാത്രമല്ല. ഒരു വ്യക്തി തൻ്റെ കഴിവുകൾ മനസ്സിലാക്കുകയും ജീവിതത്തിലെ ദിവസേന ഉണ്ടാകുന്ന സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദത്തെ നേരിട്ട് ഒരു പ്രൊഡക്റ്റീവായ ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജാണ് ഒരു വ്യക്തി മെൻ്റലി ഹെൽത്തി എന്ന് പറയുക. ഇങ്ങനെ ഒരു വ്യക്തിക്ക് സന്തോഷകരമായ ജീവിതം നയിക്കാനും പ്രതിരോധ ശേഷി നേടാനുമുള്ള കഴിവാണ് വർദ്ധിച്ചു വരുന്നത്. അതിവേഗ ജീവിത രീതി തന്നെയാണ് പ്രധാന കാരണം. ടൈം ജസ്റ്റ് ഫ്ലൈസ് എന്ന് പറയുന്ന പോലെ സമയം വളരെ പെട്ടെന്ന് കടന്നു പോകുന്നു. അതേ സ്പീഡിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നത് തന്നെ ഒരു സമ്മർദ്ദമാണ്. രണ്ടാമത് സോഷ്യൽ ഐസൊലേഷൻ, അതായത് മറ്റുള്ളവരോടുള്ള അടുപ്പം കുറയുക. സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇൻഡിവിജ്വൽ സ്വന്തം വീട്ടിലുള്ള ആൾക്കാരുമായി അകലം പാലിക്കുക. നല്ല ആഴമുള്ള വിശ്വാസമുള്ള ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നതോടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒന്ന് തുറന്ന് സംസാരിക്കാൻ ആരുമില്ലാതെ പോകുന്ന ഒരു എൻവയോൺമെൻറ്റ് നമ്മളെ കൂടുതൽ മാനസിക സംഘർഷത്തിൽ എത്തിക്കുകയാണ്. വായുവും ഭക്ഷണവും പോലെ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു. ഒരു ദിവസം ഒട്ടുമിക്ക നേരവും സോഷ്യൽ മീഡിയ ചിലവാക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. പണ്ട് ഗ്രൗണ്ടിൽ പോയി കളിക്കുക, TV കാണുക, പുസ്തകം വായിക്കുക എന്ന എൻ്റർടൈൻമെൻറ്റ് മെത്തേഡ്സ് എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സ്നാപ്ചാറ്റിലും മണിക്കൂറുകളോളമാണ് ചിലവഴിക്കുന്നത്. ഇതിലൂടെ നമ്മൾ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ജീവിതവുമായി നമ്മളുടെ ജീവിതം കമ്പയർ ചെയ്യുക. അതോടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളരെയധികം താഴോട്ട് പോവുകയാണ്. സൈബർ ബുള്ളിങ്ങും പലർക്കും ജീവിതത്തിൽ വലിയൊരു ട്രോമ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈക്സും ഷെയറും ഫോളോവേഴ്സും മാത്രമാണ് ലോകം എന്ന ചിന്തയിലേക്ക് വരെ നമ്മുടെ യുവതലമുറ പോയി കഴിഞ്ഞു. സോ ഒരു നോർമൽ ഇമോഷനോ എമ്പതിയോ മറ്റുള്ളവരോട് തോന്നാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നതും സോഷ്യൽ മീഡിയ മറ്റ് ലഹരികളെ പോലെ ഒരു അഡിക്ഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിയുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഒരു സൈക്യാട്രിക് OPയിൽ എത്തുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിംഗ് എത്തുന്ന പേഷ്യൻ്റ് അതിനു മുന്നേ പല സ്പെഷ്യാലിറ്റിയിലും ഡോക്ടർമാരുടെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ പല രീതിയിലുള്ള റിലീജിയസ് ട്രീറ്റ്മെൻറ്റിൽ ഏർപ്പെടുകയോ ചെയ്തിട്ട് അതിൽ നിന്നും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാതെ പോവുകയോ അല്ലെങ്കിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥ വഷളാവുമ്പോൾ മാത്രമാണ് ഒരു സൈക്യാട്രിക് OPയിലേക്ക് എത്തുന്നത്. മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോഴും സമൂഹത്തിൽ വളരെ രീതിയിലുള്ള ഭയവും തെറ്റിദ്ധാരണകളും കൂടുതൽ തന്നെയാണ്. ഒരു ഡോക്ടറിനെ കാണുക അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭ്രാന്താണ് എന്ന് നാട്ടുകാർ പറയും എന്ന പേടി ഉള്ളത് കൊണ്ട് മാത്രം ഒരു OPയിലേക്ക് വരാനോ ഒരു ഡോക്ടറിനെ കാണാനോ പലരും കൂട്ടാക്കുന്നില്ല. ഇന്ന് നമ്മളുടെ OPയിലേക്ക് വരുന്ന പേഷ്യൻസിനെ ഒന്ന് മെഡിസിൻ കഴിപ്പിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും ഭാരവും നമ്മളിലേക്ക് വളരെ കൂടുതലായിട്ട് കാണപ്പെടും. ഉറക്കം ഒരു മനുഷ്യ ശരീരത്തിനും മനസ്സിനും വളരെ അത്യാവശ്യമായി ഉള്ള ഒരു ഫാക്ടറാണ്. ഉറക്കം കുറയുകയോ അല്ലെങ്കിൽ സമയം തെറ്റുകയോ ചെയ്യുമ്പോഴാണ് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുന്ന റിസ്ക് കൂടുന്നത് തന്നെ. ഉറക്കക്കുറവ് കാരണം ശ്രദ്ധക്കുറവ് ഉണ്ടാകുന്നു. കാരണമില്ലാതെ ദേഷ്യം, ഉത്കണ്ഠ, വിഷാദം എന്നിവയെല്ലാം വർദ്ധിക്കപ്പെടുകയാണ്. ദിവസം 6 തൊട്ട് 8 മണിക്കൂർ വരെ അൺഡിസ്റ്റർബ്ഡായി ഉറങ്ങുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എപ്പോൾ ഉറങ്ങുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലരും ഇപ്പം നമ്മളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രാത്രി ഞാൻ 1 മണിക്ക് ഉറങ്ങുന്നുണ്ട്, പക്ഷേ രാവിലെ ഞാൻ 1 മണി വരെ ഉറങ്ങാറുണ്ട്. അപ്പോൾ അത്രയും നേരം ഉറങ്ങിയാൽ പോരെ ഡോക്ടർ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ അങ്ങനെയല്ല. ഏത് സമയത്ത് ഉറങ്ങുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രി സമയങ്ങളിലെ ഉറക്കം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്രദ്ധയ്ക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷന് വേണ്ടിയുള്ള നമ്മളുടെ തലച്ചോറിൽ നിന്നുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അത് കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യുകയും ഉണ്ട്. സോ ഒരു രാത്രി 10 മണി തൊട്ട് രാവിലെ ഒരു 5 അല്ലെങ്കിൽ 6 മണി വരെ ഉറങ്ങുക എന്നുള്ളത് തന്നെയാണ് ഉറക്കത്തിൻ്റെ ഐഡിയൽ ടൈമിംഗ്. എക്സസൈസ് ഇല്ലാത്ത ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ആൻസൈറ്റി പോലുള്ള ഇഷ്യൂസിനെ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എക്സസൈസും മസിൽ വർക്കൗട്ടും ചെയ്യുന്ന സമയങ്ങളിൽ ഹാപ്പി ഹോർമോൺസും എൻഡോർഫിൻസിൻ്റെയൊക്കെ ലെവൽ കൂടുന്നതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു വെൽനെസ് ഫീൽ ചെയ്യും. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിൽ എക്സസ് ഫാറ്റും ഓയിലും ഷുഗറും ഉള്ളപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം തന്നെ മൊത്തത്തിലൊരു മന്ദഭാവത്തിലേക്ക് പോവുകയാണ്. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുക അല്ലെങ്കിൽ ജോലിക്കിടയിൽ ഭക്ഷണം ഉപേക്ഷിക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ എത്തുന്നത് കൊണ്ട് സ്ട്രെസ്സും ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. ഏതൊരു രോഗം, അതിപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആവട്ടെ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലൊരു അവസ്ഥയാവട്ടെ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ മരുന്നുകളുടെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഉറക്കം, ഭക്ഷണം, വ്യായാമം ഇല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ മരുന്നുകൾ കഴിച്ചാലും അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നതല്ല. പിന്നെ ലഹരി ഉപയോഗവും ഇതിനോടൊപ്പം തന്നെ പാടെ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു വസ്തുവാണ്. ഇത് ഡിപ്രഷൻ എന്നുള്ളതിൽ മാത്രമല്ല, ഏതൊരു ഡയഗ്നോസിസിനാണെങ്കിലും കൂടെയുള്ളവരുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതതിൻ്റെ പ്രൊഗ്നോസിസിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്.
ഇപ്പോൾ ഡിപ്രഷൻ വന്ന ഒരാൾ നമ്മളുടെ ഒപിയിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഡിപ്രഷൻ വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒരു 60-70% ആൾക്കാർക്കും എന്തെങ്കിലും ഒരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഡിപ്രഷൻ വരുന്നത്. എന്നാൽ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു കാരണമില്ലാതെയും ഡിപ്രഷൻ എന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. സോ ഡിപ്രഷൻ ഒരിക്കലും ഒരു സിംപ്ലിഫൈ ചെയ്ത് കാണാതിരിക്കുക. ചെറിയൊരു സങ്കടം വന്നാലും ഡിപ്രഷൻ എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. എന്നാൽ ഡിപ്രഷൻ പോലൊരു രോഗാവസ്ഥ ഇത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഡിപ്രഷൻ വരുന്ന ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക, അവരുടെ കൂടെ കൂടുതൽ സമയം ചെലവിടാൻ നോക്കുക, അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. ഇതിനോടൊപ്പം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, അതൊരു സൈക്കാട്രിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനോ പോയി കണ്ട് പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഒരു സപ്പോർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഉറക്കക്കുറവാണ് ആദ്യമായി എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ അതല്ലാതെ പെട്ടെന്ന് സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് ദേഷ്യമാവാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു മുറിയിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുക, പഠിത്തത്തിൽ താല്പര്യം കാണിക്കാതിരിക്കുക, ഉന്മേഷമില്ലായ്മ, അനാവശ്യമായുള്ള പേടി, കരച്ചിൽ, വിശപ്പില്ലായ്മ, ഇവയെല്ലാം നമുക്ക് സൂചനകളായി കണക്കാക്കാം.